മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന ദാതാവായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ സുപ്രധാന ടെലികോം ലൈസൻസ് ലഭിച്ചു. രാജ്യാന്തര തലത്തിൽ 100-ലധികം രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് നിലവിൽ സേവനം ലഭ്യമാക്കുന്നുണ്ട്. ഇതോടെ വൺവൈബ്, റിലയൻസ് ജിയോ എന്നിവയ്ക്ക് ശേഷം ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയായി സ്റ്റാർലിങ്ക് മാറി. നേരത്തെ കേന്ദ്ര ടെലികോം വകുപ്പിൽ നിന്ന് സ്റ്റാർലിങ്കിന് ലെറ്റർ ഓഫ് ഇന്റന്റ് ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ റെസിഡൻഷ്യൽ, ബിസിനസ് പ്ലാനുകൾക്ക് എത്ര ചെലവ് വരുമെന്നാണ് ഇനി അറിയേണ്ടത്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മത്സരാധിഷ്ഠിതമായ പ്രാരംഭ പ്രൊമോഷണൽ ഓഫറുകൾ ഉണ്ടെങ്കിൽ പ്രതിമാസം $10 താഴെ വിലയുള്ള പരിധിയില്ലാത്ത ഡാറ്റ പ്ലാനുകൾ എത്തിയേക്കാം. എന്നാൽ ചില ടെക് നിരീക്ഷകർ ഈ സാധ്യതയിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സർചാർജ് മാത്രം ഏകദേശം $500 വരുമ്പോൾ ഇത് സാധ്യമാകാനിടയില്ല എന്നാണ് അവരുടെ വാദം. ഫിക്സഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനുകളിലേതിന് സമാനമായ ഹാർഡ്വെയർ കിറ്റിന് വെവ്വേറെ നിരക്ക് ഈടാക്കും. ഇന്ത്യയിൽ ഇത് $349 $599 ഇടയിൽ ലഭ്യമാവുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ഇത് $349 $599 ഇടയിൽ ലഭ്യമാവുമെന്നാണ് റിപ്പോർട്ട്. ഒരൊറ്റ കിറ്റ് ഒന്നിലധികം കണക്ഷനുകൾ നൽകാൻ സാധ്യതയുണ്ടെന്നും ഇത് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്നും വ്യക്തമല്ല. നിലവിൽ ചില സർക്കാരുകൾ സ്റ്റാർലിങ്ക് സേവനങ്ങൾക്ക് സബ്സിഡി നൽകുമ്പോൾ ഇന്ത്യൻ സർക്കാർ അത്തരം ആനുകൂല്യങ്ങൾ നൽകുമോ എന്ന് വ്യക്തമല്ല. സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയാണ് സ്റ്റാർലിങ്ക്. ഭൂമിയോട് വളരെ അടുത്ത ഭ്രമണപഥത്തിൽ ആയിരക്കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങളെ വിന്യസിച്ച് ലോകമെമ്പാടും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ഭൂമിയിൽ നിന്ന് ഏകദേശം 550 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഒരു വല പോലെ ഭൂമിയെ ചുറ്റുന്നു. ഭൂമിയോട് അടുത്തായതുകൊണ്ട് ഡാറ്റ കൈമാറ്റത്തിന് കാലതാമസം വളരെ കുറവായിരിക്കും. ഇത് ഓൺലൈൻ ഗെയിമിംഗ്, വീഡിയോ കോളിംഗ് പോലുള്ളവയ്ക്ക് മികച്ച അനുഭവം നൽകുന്നു. ഉപഭോക്താവിന് ലഭിക്കുന്ന കിറ്റിൽ ഒരു ചെറിയ ഡിഷ് ആന്റിന, ഒരു വൈഫൈ റൂട്ടർ, കേബിളുകൾ എന്നിവ ഉണ്ടാകും. ഈ ഡിഷ് ആന്റിന ആകാശം കാണുന്ന രീതിയിൽ സ്ഥാപിക്കുമ്പോൾ അത് യാന്ത്രികമായി ഏറ്റവും അടുത്തുള്ള സ്റ്റാർലിങ്ക് ഉപഗ്രഹവുമായും ബന്ധം സ്ഥാപിക്കും. ഉപഗ്രഹങ്ങൾ ഈ സിഗ്നൽ ഭൂമിയിലുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളിലേക്ക് അയക്കുകയും അവിടെ നിന്ന് ഇന്റർനെറ്റുമായി ബന്ധിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രാധാന്യവും സാധ്യതകളും. ഫൈബർ ഓപ്റ്റിക്കൽ കേബിളുകൾ എത്തിക്കാൻ പ്രയാസമുള്ള ഗ്രാമങ്ങൾ, മലയോര പ്രദേശങ്ങൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാൻ സ്റ്റാർലിങ്കിന് കഴിയും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം നൽകി രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കും. ജിയോ, എയർടെൽ തുടങ്ങിയ നിലവിലെ ബ്രോഡ്ബാൻഡ് ദാതാക്കൾക്ക് ഒരു പുതിയ എതിരാളി വരുന്നത് വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കാനും സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും വില കുറയ്ക്കാനും കാരണമായേക്കാം. കപ്പലുകൾ, വിമാനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് യാത്രക്കിടയിലും തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ സ്റ്റാർലിങ്കിന് സാധിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളും സംഘർഷങ്ങളും മസ്കിന്റെ ബിസിനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ടെസ്ലയുടെ ഓഹരികളിൽ ഗണ്യമായ ഇടിവ് നേരിട്ടിരുന്നു. ഫെഡറൽ പിന്തുണ പിൻവലിച്ചാൽ സ്റ്റാർലിങ്കിന്റെ മാതൃ കമ്പനിയായ സ്പേസ് എക്സും സമാനമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതേസമയം വലിയ ഉപഭോക്തൃ സാധ്യതയുള്ള ഇന്ത്യയിലെ സ്റ്റാർലിങ്കിന്റെ തുടക്കം ബിസിനസിന് നേട്ടമായേക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു.